മുഹമ്മദ് കുട്ടി ടി കെ പട്ടണടക്കാവാണ്. മോള് ആയിരുന്നു ഇവിടെ പഠിച്ചിരുന്നത്, BA ഇംഗ്ലീഷ് ആയിരുന്നു. ഇവിടെ ഈ കോളേജിൻ്റെ സുന്ദരമായ അന്തരീക്ഷം പോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനവും അതുപോലെ പരിഗണനയും ഒക്കെയാണ് ലഭിക്കുന്നത്. ഒപ്പം ഏറെ പറയേണ്ട ഒരു വിഷയം, വിദ്യാർത്ഥികളോടൊപ്പം തന്നെ രക്ഷിതാക്കളെ ചേർത്ത് നിർത്താൻ കോളേജിലെ അധ്യാപകരും അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റും കാണിക്കുന്ന ആ നിലപാടുകൾ അത് വളരെ ശ്ലാഘനീയമാണ്. അത് വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെയും ഒക്കെ ഈ കോളേജുമായുള്ള പാഠ്യേതര രംഗങ്ങളിലുള്ള സജീവ സാന്നിധ്യത്തിന് സഹായിച്ചിട്ടുണ്ട്. അത് കോളേജിൻ്റെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും ഒക്കെ പുരോഗതിക്ക് വളരെയേറെ ഗുണം ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അധ്യാപകരുടെ ഒരു പിന്തുണ എങ്ങനെയായിരുന്നു? അധ്യാപകരെല്ലാവരും വിദ്യാർത്ഥികളോട് വളരെ നല്ല രൂപത്തിൽ വിദ്യാർത്ഥികളുടെ വിധത്തിലുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കാനും അതുപോലെ തന്നെ അധ്യാപന രംഗത്ത് മികച്ച നിലവാരത്തിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള പിന്തുണയും നൽകി വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തുന്ന അധ്യാപകർ എന്നത് കോളേജിൻ്റെ യശസ്സ് ഏറെ ഉയർത്തുന്നതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ PTA വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ കുറഞ്ഞ കാലം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോളേജിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇടപഴകാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മറ്റ് കലാലയങ്ങളെ അപേക്ഷിച്ച് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഈ നാടിനെ ആകെ തന്നെ ചേർത്ത് നിർത്താൻ ഈ കോളേജിൽ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അധ്യാപകരും നടത്തുന്ന ശ്രമങ്ങളേറെ ശ്ലാഘനീയമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും വിദ്യാർത്ഥികളുടെ സംതൃപ്തിയാണല്ലോ രക്ഷിതാക്കളുടെ സംതൃപ്തി. ആ നിലയിൽ ഏറെ സംതൃപ്തനാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ഏറെ കർശനമായ കുറേ നിർദ്ദേശങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോളേജ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ആണ് എന്നുള്ളത് മനസ്സിലാക്കി പരമാവധി സഹകരിച്ച് അധ്യാപന രംഗത്തും അതുപോലെ തന്നെ മറ്റ് പാഠ്യേതര രംഗങ്ങളിലെല്ലാം നൽകുന്ന ആ പിന്തുണ പരമാവധി പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും പരമാവധി ഈ കോളേജുമായി സഹകരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ പേര് സൈനബ, വൈലത്തൂര്. നദീറ, ചേർലാൽ, സൽമ, ഓങ്ങൽ സ്ഥലം. എന്താണ് CPA കോളേജിനെ കുറിച്ച് പറയുകയെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ കോളേജിലത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് മോളെ ഇവിടെ കൊടുന്ന് ചേർത്തിയത്. നല്ലതാണ് പറയാനുള്ളത്. സൈക്കോളജി ആയിരുന്നു, BSc സൈക്കോളജി. അവൾ എന്താ പറയുക, കോളേജിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ കോളേജിലുള്ള ഓരോ നല്ല നല്ല എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് അറിയാനും ഒക്കെ പറ്റിയത്. പിന്നെ മൊത്തത്തിൽ പറയാന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് നല്ല മികച്ചു നിൽക്കുന്ന ഒരു കോളേജാണ് CPA കോളേജ്. മോന് BDTM അവിടെ പഠിക്കുന്നത്. നല്ല അഭിപ്രായമാണ്. നല്ല മാഷ്മാരും എല്ലാ കാര്യത്തിലും കോളേജ് മാനേജ്മെൻ്റ് ആയാലും പ്രിൻസിപ്പാളായാലും എല്ലാ കാര്യത്തിലും കുട്ടികളൊപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോളേജിനെ പറ്റിയിട്ട് പറയാൻ വാക്കുകളില്ല, അത്രത്തോളം നല്ലൊരു കോളേജാണ്. BA ഇംഗ്ലീഷാണ്, മകളായിരുന്നു. മകളെ പറ്റി പറയുകയാണെങ്കിലും കോളേജിനെ പറ്റി പറയുകയാണെങ്കിലും നല്ലൊരു കോളേജ്. നമുക്ക് രക്ഷിതാക്കളെ എന്ന രീതിയിൽ ഞങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാത്തൊരു സപ്പോർട്ടാണ് മാനേജ്മെൻറ്റിൻ്റെ അടുത്തു നിന്നും പ്രിൻസിപ്പാളിൻ്റെ അടുത്തു നിന്നും കിട്ടുന്നത്. ഞങ്ങൾ നിരന്തരം ഞങ്ങളെ വിളിച്ചും കൊണ്ടും സാർമാർ വിളിച്ചും കൊണ്ടും കാര്യങ്ങൾ സംസാരിച്ചും കൊണ്ടും ഇരിക്കുന്ന ഞങ്ങളൊരു ഫ്രണ്ട്സുകളായിട്ട് അങ്ങനെയാണ് ഈ കോളേജിൻ്റെ ഒരു ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ പാരൻസിൻ്റെ ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബ് ഞങ്ങൾ ടൂർ വരെ കോളേജിൽ നിന്ന് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടാത്തൊരു അനുഭവങ്ങളാണ് അതൊക്കെ. അത് ഒരു കോളേജിലില്ലാത്തൊരു അനുഭവമാണ്. അത് ഞങ്ങൾ അത്രയ്ക്ക് ഞങ്ങളെ കൂടെ സാർമാരുണ്ട്. ടൂർ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും മക്കൾ സപ്പോർട്ട് ചെയ്തിട്ട് സാർമാർ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ എല്ലാ കാര്യത്തിനും അവർ ഞങ്ങളെ കട്ടക്കായിട്ട് നിൽക്കുന്ന ഒരു കോളേജ്. ഞങ്ങൾ ഇന്ന് വരാൻ തന്നെ കാരണം ഞങ്ങളെ ഗ്രൂപ്പിൽ ഞങ്ങൾക്കൊരു എന്താ പറയുക, നമ്മളെ ജീവിതത്തിൽ കിട്ടാത്ത ഗ്രൂപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ മക്കളും പഠിച്ച് പോന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ്, പക്ഷേ ആ പാരന്റ് ക്ലബ്ബ് ഗ്രൂപ്പിൽ ഇപ്പോഴല്ല ആക്റ്റീവാണ്. പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. എന്താ വെച്ചാൽ ഒരു പാരൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ട് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും സാറുമാരായാലും പിന്നെ ഇവിടെ നമ്മളെ കോർഡിനേറ്റർ ഉണ്ട്,
അവരായാലും നല്ല രീതിയിൽ ഞങ്ങൾ ഇന്നും ഈ ഒരു കോളേജിനെ പുകഴ്ത്തി പറയാന്നല്ലാതെ വേറെ ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. അത്രയും നല്ലൊരു കോളേജാണ്. പെൺകുട്ടികളൊക്കെ വിടുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും രക്ഷിതാക്കൾക്ക്. എങ്ങനെയാണ് അപ്പോൾ ഈ കോളേജ് വരുമ്പോൾ എന്തായിരുന്നു നിങ്ങളൊക്കെ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഓരോ സമയത്തും സാറുമാർ ഞങ്ങളെ വിളിക്കും, ഇങ്ങനെ മോള് കോളേജിൽ വന്നിട്ടുണ്ട്, എത്തിയിട്ടുണ്ടോ, അങ്ങനെയുള്ള ഓരോ കാര്യം ഞങ്ങൾക്ക് ആ സ്പോട്ടിന് ഞങ്ങളെ വിവരം അറിയിക്കും. പിന്നെ കോളേജിൻ്റെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ ഒരു റാങ്കിങ്ങോ കാര്യമോ ഒന്നുമില്ല. ഈ കോളേജിലേക്ക് ഗ്രൗണ്ടിൽ കണ്ട് കയറിയാൽ നമ്മൾ കുട്ടികളെ നിരീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പുറത്തു പോകാനോ ഒന്നും അവർ സമ്മതിക്കണില്ല. അതുപോലെ തന്നെ ഞങ്ങൾ രക്ഷിതാക്കൾ വന്നാലും ഒരു പേരൻസിൻ്റെ ഒരു മീറ്റിംഗ് ആണെങ്കിലും ഞങ്ങൾ പ്രിൻസിപ്പാൾ എങ്ങനെ ഒരു സപ്പോർട്ട് പ്രിൻസിപ്പാൾ നമ്മൾ ചെയ്യണേ, അത് ഭയങ്കര ഒരു കിട്ടൽ ഞങ്ങൾക്ക്. ഞങ്ങൾ 20 to 23 ബാച്ചുള്ള കുട്ടികളെ അമ്മമാരാണ്. അപ്പോൾ ഞങ്ങളിവിടെ വരാനുള്ള കാരണം ഒരു സൗഹാർദ്ദത്തിൻ്റെ ഒരു കൂട്ടായ്മൻ്റെ ഒരു കാരണമാണ്. ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോട് എന്താണ്? എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ ഒരു കോളേജ് അടുത്ത ഒന്നുമില്ല. എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടാണ്. അധ്യാപകരായാലും പിന്നെ മക്കളോടായാലും നമ്മളെല്ലാ കാര്യങ്ങളും എപ്പോഴും മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് നല്ല ഒരിതാണ് എനിക്ക് പറയാനുള്ളത്. മന്ത്ലി ഓരോ ക്ലാസ് ഇവിടെ നടത്തുന്നുണ്ട്. ഒരു ടാലൻറ്റ് ക്ലാസ് ഉണ്ട്, മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്. അതുപോലെ പിന്നെ അപ്പോൾ ഇവിടെ വരുന്ന ഓരോ കുട്ടിക്കും നല്ലതേ പറയാനുള്ളൂ. നല്ല മികച്ച നിലയിൽ എന്തായാലും എത്തുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അത്രയും നല്ലൊരു കോളേജാണ് CPA കോളേജ്. എല്ലാവരും ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്ന അഡ്മിഷൻ ഞങ്ങൾ എടുത്തു കൊടുക്കും. കോളേജിൻ്റെ നമ്മളെ കുട്ടികൾ പഠിച്ചൊരു കോളേജ് ആയതുകൊണ്ട് നമുക്ക് അതിന് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യും. മോനെ ഈ കോളേജിലെ ചേർക്കുള്ളൂ. അതേ പേര് നിഷ, മുത്തൂര് തിരൂർ. എൻ്റെ പേര് പ്രഭ, പുല്ലൂരാണ് വീട്. മകൻ അർജുൻ. CPA കോളേജ് ആദ്യമൊക്കെ കണ്ടപ്പം വഴിയൊരു ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ പഠിപ്പിക്കുന്ന മാഷ്മാരായാലും എല്ലാം ഒക്കെ നല്ല ക്ലാസ്സും അവർക്ക് വേണ്ട എല്ലാതും ഒക്കെ പറഞ്ഞു കൊടുക്കണമൊക്കെ കണ്ടപ്പോൾ ഒരു നല്ലൊരിത് തോന്നി. പക്ഷെ വഴി ഒരു പ്രശ്നം, ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. ഇത് എങ്ങനെ ഈ 3 കൊല്ലം ഈ താഴത്തേക്ക് എത്തി മേലോട്ട് പോകുന്നുള്ളത്. പക്ഷെ അതൊക്കെ കവർ ചെയ്ത് കുട്ടികൾ ഇന്നൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് പാസ്സായി. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്, ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. കുട്ടികൾ ഇവിടുന്ന് പഠിച്ച് ഇവിടുന്ന് പാസ്സായി പോന്നല്ലോ എന്നുള്ളൊരു സന്തോഷം ഭയങ്കര. അപ്പോൾ ഇതിന് ഉയർച്ചയ്ക്ക് നല്ലൊരിതാണിത്. മോനാണ്, നല്ല ഇഷ്ടമാണ്. മോന് നല്ല ഇഷ്ടമാണ്. എല്ലാ എൻ്റർടൈൻമെൻറ്റും ഉണ്ട് എന്നുള്ളതാണ്. അല്ലാഞ്ഞിപ്പോൾ ടൂറാണെങ്കിലും എന്ത് പ്രോഗ്രാം, ഓണം, അങ്ങനെ എല്ലാം നന്നായിട്ട് ആഘോഷിക്കാറുണ്ട്. നല്ല ഇഷ്ടമാണ് മോന്. എനിക്ക് അവന് കളക്ഷൻ എടുക്കുമായിരുന്നു അച്ഛൻ്റെ. അപ്പോൾ അവന് സമയം കുറവായിരുന്നു. അപ്പോൾ എപ്പോഴും പറയും, സങ്കടം പറയും, അമ്മയ്ക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല എന്നുള്ളത് പറയും. ഭയങ്കര ഇഷ്ടമായിരുന്നു അവന് ക്ലാസ്സൊക്കെ. വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോട് ഇനി വരാനില്ല. ഇവിടേക്ക് വരുന്ന നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ രക്ഷിതാക്കളോടും. എന്ന് വെച്ചാൽ ഇപ്പം എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ഹൈടെക് കോളേജ് ആയി എല്ലാം കൊണ്ടും ഇപ്പം ഇവിടെ വന്നു നോക്കിയപ്പോൾ അത്ഭുതം. ഞങ്ങൾ വന്ന് പോയതിനെക്കാട്ടും ഡെവലപ്മെൻ്റ് ആയിന്. അടിപൊളി, നല്ല ഡിസിപ്ലിനുമാണ്, എല്ലാ എൻ്റർടൈൻമെൻറ്റും ഉണ്ട്. തീർച്ചയായും വരാം, നല്ല കോളേജാണ്. എൻ്റെ രാജു, മിഥുൻ രാജ് PTV. പ്രേമലത. സൂപ്പറായിരുന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെയല്ലേ ഇവിടെ ചേർത്തിയത് തന്നെ. ഇവിടുത്തെ ക്ലാസ്സും പിന്നെ പ്രിൻസിപ്പളാണ് ഏറ്റവും പ്രിൻസിപ്പളെ സ്ട്രിക്റ്റും ഈ കോളേജിൻ്റെ ഒരു എല്ലാതും കൊണ്ടും ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ചേർക്കുമ്പോഴും ഈ 3 വർഷത്തെ കംപ്ലീറ്റ് ചെയ്തതും ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് എല്ലാ ഇതായിരുന്നു. കുട്ടികൾക്ക് പഠിപ്പിലും എല്ലാത്തിലും ഞാൻ ഉന്നതി തന്നെ പറയുള്ളൂ. സൂപ്പർ. ഇപ്പോൾ VTTM കഴിഞ്ഞ് അവനിപ്പോൾ ഏവിയേഷൻ അയാട്ടെ കൊച്ചിയിൽ പഠിച്ചു. ഇനി അത് കഴിഞ്ഞിട്ടുള്ള ജോലി നോക്കണം. വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോടൊക്കെ എന്താണ്? കുട്ടികളോട് സൂപ്പർ, നല്ല ഇതിൽ വരാം. എന്താണ് ഒരു എന്താ പറയുക അതിന്, നല്ലൊരു അന്തരീക്ഷം, പഠിപ്പിൽ ഉന്നതിയിൽ എത്താം. എന്തായാലും ഒരു കച്ചറേ ഒന്നുമില്ലാത്തൊരു കോളേജാണ്. എല്ലാം കൊണ്ട് എൻ്റെ അഭിപ്രായം നല്ലതാണ് ഈ കോളേജിൽ. ഞാൻ നല്ലതേ പറയുള്ളൂ. CPA കോളേജിനെ പറ്റിയ നല്ല അഭിപ്രായങ്ങളാണ്. നല്ല സ്റ്റുഡൻറ്റ്, ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ടുള്ളതാണ്. വെരി ഗുഡ് അധ്യാപകർ, എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകർ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളെ പ്രിൻസിപ്പാൾ, വൈസ് പ്രിൻസിപ്പാളൊക്കെ നല്ല മാനേജ്മെൻറ്റാണ് ഇവിടുത്തെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം.
നല്ല അഭിപ്രായം തന്നെ. ഇപ്പോൾ പറഞ്ഞതിനെ പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല. മോളിപ്പോൾ PG ചെയ്യാണ്, മാംഗ്ലൂരാണ്. ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്ന ഭാവിയിൽ വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളോടൊക്കെ ഞാൻ പറയുന്നത് രക്ഷിതാക്കളോട് പോയാൽ നല്ല സെലക്ഷൻ തന്നെയാണ്. നമ്മളവിടെ എല്ലാം കൊണ്ടും എല്ലാം നമ്മുടെ രാഷ്ട്രീയ പൈസ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു ഇതും ഇങ്ങോട്ട് ഇല്ല. പുറത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇതുവരെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വേർതിരിവും കണ്ടിട്ടില്ല CPI കോളേജിനെ സംബന്ധിച്ചിടത്തോളം. പഠനത്തിൻ്റെ ഇത് നല്ല എക്സ്പീരിയൻസ് ഉള്ള സാർമാർ ടീച്ചേഴ്സാണ്. എൻ്റെ ഇതിൽ 2 വർഷത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഐശ്വര്യ, BSc ബോട്ടണി. നല്ല അഭിപ്രായമാണ്, നല്ലതാണ്, പഠിക്കാനും എല്ലാത്തിനും നല്ലതാണ്. അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ കലാപരിപാടി ആയാലും അധ്യാപകരൊക്കെ നല്ല മെച്യൂരിറ്റി ഉള്ളവർ തന്നെയായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു. CPI കോളേജിനെ പറ്റി അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല അഭിപ്രായമാണ്. ഒന്നാമത് അതിന് പ്രധാന കാരണം നമ്മുടെ പ്രിൻസിപ്പൽ ഹുസൈൻ രണ്ടത്താണി, അതുപോലെ വൈസ് പ്രിൻസിപ്പൽ, ഇവരുടെ എല്ലാം സജീവമായ പ്രവർത്തനം തന്നെയാണ് ഈ കോളേജിനെ ഈ രൂപത്തിലെത്തിച്ചത്. ഏതായാലും ഇനിയും കൂടുതൽ ഉയരത്തിലെത്തട്ടെ എന്ന് ആശംസിക്കാം. MCOM കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, നല്ലൊരു അഭിപ്രായം തന്നെയാണ്. പഠിക്കാനും കാര്യമൊക്കെ നല്ല എല്ലാ കാര്യം കൊണ്ടും മുന്നോട്ട് വളരെയധികം സപ്പോർട്ടാണ്. അതാണ് ഇതിൻ്റെ പ്രധാന ഒരു വിജയം തന്നെ. വളരെ നല്ല അഭിപ്രായമാണ്. മോനിവിടെ പഠിക്കുന്നുണ്ട്. അവന് BComന് സെക്കൻഡ് സെം. എൻ്റെ പേര് ഖലീൽ ഇബ്രാഹിം. മോനിവിടെ റസീൻ ഖലീൽ പഠിക്കുന്നുണ്ട്. BA ഇംഗ്ലീഷാണ്. BCom അല്ല, BA ഇംഗ്ലീഷാണ്. ഇവിടെ കോളേജിൻ്റെ അവരെന്ന് പറഞ്ഞാൽ പാരൻസിനെ പ്രത്യേകം കോർഡിനേറ്റ് ചെയ്യാനും പാരൻസിന് വേറെ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് പാരൻസിനോടൊക്കെ ആയിട്ട് വളരെയധികം മറ്റുള്ള കോളേജുകളിൽ നിന്നൊക്കെ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്നുള്ളതാണ് വലിയൊരു കാര്യം. പിന്നെ മക്കളും ടീച്ചേഴ്സൊക്കെ തമ്മിലുള്ളൊരു ബന്ധം, അധ്യാപകരൊക്കെ വളരെ നല്ല പിന്തുണയാണ്. മോനൊക്കെ കുറച്ചൊരു ഇൻട്രോ ടൈപ്പ് ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഇവിടെ വന്ന അവിടെ ഒരുപാട് മാറ്റങ്ങൾ. അതിന് മുമ്പ് TTC ചെയ്തിരുന്നു, അപ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഇവിടെ BA അവന് ഇതൊന്നും ആയിട്ടില്ല. കോഴ്സ് കഴിഞ്ഞിട്ടില്ല, സെക്കൻഡ് സെം ആയിട്ടേ ഉള്ളൂ. ഉദ്ദേശിക്കുന്ന കുട്ടികളോടൊക്കെ എന്താണ് പറയുന്നത്? പ്രത്യേകിച്ച് എങ്ങനെയെന്ന് പറഞ്ഞാൽ വളരെ നല്ല കോളേജാണ്, നല്ല കോപ്പറേഷനാണ്. അധ്യാപകരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റൊക്കെ വളരെ നല്ല പ്രോത്സാഹനമാണ്. എൻ്റെ മോനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ ഒരു അന്തർമുഖത്തുള്ളൊരു കുട്ടിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ അവൻ വളരെ മുൻപന്തിയിലെത്തി. പിന്നെ ഒരു ടെലിഫിലിം അടക്കം സ്വന്തമായിട്ട് അവൻ കോർഡിനേറ്റ് ചെയ്തു. അതൊക്കെ വലിയൊരു കാര്യമാണ്. നല്ല സപ്പോർട്ടാണ് അധ്യാപകർ. അവൻ്റെ ക്ലാസ് ടീച്ചർ പ്രത്യേകിച്ചും നല്ല ഇതാണ്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റിയൊരു ടീച്ചറാണ്. എല്ലാ ടീച്ചേഴ്സും അതെ, പ്രത്യേകിച്ച് ക്ലാസ് ടീച്ചർ അവനോട് നല്ല കോപ്പറേഷനാണ്. അതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. ഞാൻ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്. റസിൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടിയാണ്. റസിൻ ഇവർ പറഞ്ഞ പോലെ തന്നെ അതുപോലെ പാരൻസും കോളേജിനായിട്ട് നന്നായി കോപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള പ്രോഗ്രാം നല്ല രീതിയിൽ നടത്താൻ കഴിയുന്നുണ്ട്. ഹാപ്പിയാണ്. നല്ല രീതിയിൽ പരിപാടി നടക്കാൻ ആഗ്രഹിക്കുന്നു.